അപ്പൊ എണീക്കണുള്ളൂ. അടുക്കളയിൽ കൂടെ ഒക്കെ ഒന്ന് പോയോക്കട്ടെ, വല്ലതും കിട്ടു നോക്കട്ടെ. പോയിട്ട് ഇപ്പൊ എത്താ കാര്യം? ചായ വെള്ളം ചിലപ്പോൾ ആദ്യം കിട്ടലുണ്ടാവില്ല. ചൂലേക്കാരം നമുക്ക് ആദ്യം കിട്ടും, മുറ്റടിച്ചാറാണ്. അത് കഴിഞ്ഞാൽ അടുക്കള ഉറക്കണ ബ്രഷും മഫും കിട്ടും. ഏതായാലും ഇപ്പൊ ഇത് വെള്ളിയാഴ്ച ഒക്കെ അല്ലേ, എന്തെങ്കിലും ഒരു ഇളവ് കിട്ടുകയാണെങ്കിൽ പോയിട്ട് ഇറച്ചി വാങ്ങിക്കൊണ്ടിരേനി. എന്നാ പിന്നെ അത് തിന്നേന്. അപ്പൊ അത് കിട്ടും എന്താന്ന് അറിയില്ല. പോയോക്കട്ടെ. തന്നെ കണ്ണാടൊക്കെ ഈ ഉറക്കത്തിന് ചോദിച്ചുമ്പോ ഞാൻ അങ്ങനെയാണ്, കണ്ണാടൊക്കെ ഒന്ന് നോക്കും. ഇല്ലെങ്കിൽ ഇഞ്ചി കണ്ണും മോറുകൾ കാണേണ്ടി വരും. പറഞ്ഞ് നാവ് അകത്തേക്ക് വെച്ചിട്ടില്ല. അപ്പൊ അതിന് കണ്ടില്ലേ മുറ്റടിച്ചാരാൻ വിളിച്ചിന്. ഇതൊക്കെയാണ് നമ്മളെ കോലം. പിന്നെ എങ്ങനെ ഇപ്പൊ ഇവിടെ നമ്മളോടെയൊക്കെ വെള്ളിയാഴ്ച ചർച്ചയാങ്ങ് സീലോ ഉണ്ടോ? സീലൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ശീലു നച്ച അത് പിന്നെ ക്യാമറ കണ്ടാ ഓടുന്ന ടീം ഒക്കെ വന്നോളും. ഇങ്ങനെ തന്നെ അല്ലേ തുടക്കത്തിൽ എല്ലാവരും ഓടും. പിന്നീട് ഇപ്പൊ എൻ്റെ അമ്മ വരെ ആദ്യം ഇതിലൊക്കെ എതിരായിരുന്നു. ഇപ്പോഴും എതിര് തന്നെയാണ്. പക്ഷെ ഇപ്പൊ കുറ്റം നല്ലോണം പറയും ചെയ്യും. അത് കഴിഞ്ഞാല് എവിടെയാണ് ആ വീട് ഒന്ന് കാണട്ടെ അറിഞ്ഞ് വരും ചെയ്യും അല്ലേ? ആ പിന്നെ അത് നമ്മളെ ഉണ്ണിമൂന്റെ കുട്ടി. അതിന്റെ പേര് പറഞ്ഞ ആ നമ്മളെ അജ്ജു. ഏതായാലും ഉണ്ടാക്കണേ ആകെ ഇവിടെ കുട്ടികളും പെരുംകുട്ടികളായോണ്ടേ ആകെ അതാണ്. ഇതൊക്കെ ഞാൻ നന്നാക്കണം. ഉമ്മാന്റെ ഇത് തുടങ്ങി കേട്ടോ. ഉമ്മാന്റെ ഇത് തുടങ്ങി. ഉമ്മാക്ക് ആങ്ങളാരുണ്ട്. ഉമ്മ ആങ്ങളാരെ പേടിച്ചിട്ടാണല്ലോ വീടുകളിൽ വരാത്തതെന്ന് അമ്മ പറയുന്നത്. എവിടെയാണ്? ആ പത്തിരി വരുത്തുന്ന തിരക്കിലാണ് ഇവിടെ കുഞ്ഞോള്. നിങ്ങളെ ഞാൻ കൊടുത്തിട്ടില്ല അമ്മ. നിങ്ങളെത്തങ്ങള് വിചാരിച്ചേ നിങ്ങളെ ഞാൻ കൊടുത്തപ്പോ ഇതില് നിങ്ങളെ ഞാൻ കൊടുത്തിട്ടില്ല. വേണ്ടോ? വേണ്ട, ഞാൻ നിങ്ങളെ കൊടുത്തിട്ടില്ല. അതൊക്കെ അത് തുടക്കാവുമ്പോ ഉണ്ടാക്കുമല്ലോ ഒരു മടി. ഇനി കുറച്ച് ഞാൻ ഓലയിക്കാരൻ മുമ്പ് കറങ്ങുക അതൊക്കെ വേറെ വിഷയം. എല്ലായിടത്തും നടക്കണ ഒരു കാര്യമാണത്. ആ ഇല്ല ഇത് കണക്കാണ്. ഇത് ഇങ്ങോട്ടാണ് ഈ ലൈറ്റ് അടിച്ച് നെഞ്ച മുഖത്തേക്കാണെങ്കിൽ പിന്നെ ഞാൻ എടുക്കണം. നിങ്ങൾ ബേജാറാണ്ടാത്തൊരു ഉണ്ടോ? നമ്മുടെ കുഞ്ഞോള് ചപ്പാത്തി വരുത്തണ തിരക്കില. ജാതി പത്തിരി ചപ്പാത്തി. ഇത് നമുക്ക് ഇൻസ്റ്റയിലിടാൻ ഒരു കണ്ടന്റ് ആക്കണല്ലോ കുഞ്ഞോളെ. ഞാൻ ചപ്പാത്തി വരുത്താം പറ്റുമോ? ഇന്നെക്കൂടെ എല്ലാ പണി എടുപ്പിച്ചാന്നുള്ളതാണ് കണ്ടന്റ്. പറ്റൂലേ? അത് കേക്കട്ടെ. നമ്മളെ കുടുംബല്ലേ ഇതിൽ ഇതിപ്പോ കേൾക്കുന്ന ആൾക്കാരും ഒരു ഘട്ടത്തിൽ തന്ന നമ്മളെ കുടുംബങ്ങളാണ്. കുടുംബങ്ങളോട് നമുക്ക് എന്തും പറയാം. ഇവിടെ കണ്ടില്ല കുഞ്ഞോള്. ഇനിയിപ്പോ ഇതൊക്കെ ഓലിത് വലിച്ചിടുക, ഞാൻ ഇതൊക്കെ അടുക്കി വെക്കുക. ആരപ്പം ഇപ്പൊ ഇതിൻ്റെ ഉള്ളിലുള്ളത്? ഓപ്പൺ കണ്ണൻ സ്റ്റാർ ഡോർ തുറക്കൂല. ആരൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്? ഏതാനും കാഴ്ച കുഞ്ഞോളെ കുഞ്ഞോൾ കേട്ടോ. വേറെ കാര്യം പറയട്ടെ. ഇമ്മ പിന്നില്ലേ അതിനമ്മ നിങ്ങളപ്പോ ഇതിക്ക് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അത് പറഞ്ഞ നിങ്ങളിതേക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഉമ്മാനെ കൊച്ചാക്കിയല്ല കേട്ടോ. കാരണം ഉമ്മക്ക് ഞാൻ പോക്കറ്റിൽ നിന്ന് പോണെടുക്കുമ്പോൾ ഉമ്മ ഞാൻ അവിടെ എന്ത് തിരക്കിനാണെങ്കിലും ഓടുകയാണ്. ഉമ്മാന്റെ വിചാരം ഉമ്മാനെ വെച്ചാണ്ട് ഞാൻ റീച്ച് ഉണ്ടാക്കാറുണ്ട്. ആ റിച്ചോ എവിടെ കുഞ്ഞു റിച്ചോ? ഇറ്റങ്ങളൊക്കെ ഇതേ എന്താന്നോ ആ സ്റ്റാർട്ടിങ് ആവുമ്പോല്ല പ്രശ്നം ഉണ്ടോ? സിജൊക്കെ ഇതാ ഇവരുടെ ആണാണ്. ഇപ്പം വരെ കണ്ട് തിരിഞ്ഞു നോക്കണില്ല. അങ്ങോട്ട് നോക്കാം, അങ്ങോട്ട് നോക്കടാ. കണ്ടാ ഇതൊക്കെയാണ് ഇവിടുത്തെ കോലം. അയ്യോ വേണ്ടാണ് കുഞ്ഞോളാക്കാജി. കുഞ്ഞോളൊന്ന് നോക്കാം. ഫുൾ കോമഡി ആട്ടോ ഇവിടെ. നമ്മളെ പേരില് ഫുള്ള് കോമഡിയാണ്. എല്ലാത്തിന്റെ കജ്ജലും ഉണ്ടാവും. യൂട്യൂബും ഉണ്ട്, ഇൻസ്റ്റാഗ്രാമും ഉണ്ട്, പിന്നെ എല്ലാ സോഷ്യൽ മീഡിയ ഉണ്ട്. ഇതങ്ങോട്ട് ഞാനങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരു കൂട്ടോട്ടാണ് ഇവിടെ. അല്ല എന്റെ ക്യാമറ ഓണന്നല്ലേ ആണല്ലേ? ഇത് വേറെ ഒന്നും പറയല കേട്ടോ. ഇത് ക്യാമറ വെച്ചോടുന്ന് ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തല്ല. പിന്നെ ഇത്രയും ലെങ്ത് ആയിട്ട് വീഡിയോ ചെയ്തൊക്കെ പിന്നെ ആകെ കൊളാവും. ഇതാരാ കുഞ്ഞ് വന്നിക്കണേ? ഏണ്ടാണ് കുഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. കുഞ്ഞിനങ്ങനെ എല്ലാവരും ചോദിക്കല്ലേ എവിടെയാണ് കുഞ്ഞ് അറിയാണ്ട്. ഇവിടെ കുഞ്ഞ് ഇവിടെ ഇവരൊക്കെ കുജാനന്റെ മാതിരിയാണ്. കുഞ്ഞ് വരെ കുജാനന്റെ മാതിരിയാക്കണം. കുഞ്ഞ് കൊണ്ടുവന്ന ഉള്ളിയും തക്കാളി. ഉള്ളിയും തക്കാളി അല്ലേ, ഇഞ്ചിയാണല്ലേ? ആ ഉള്ളി ഉണ്ടല്ലോ, മുളക് ഉണ്ടല്ലോ, പിന്നെ കുറെ സംഗതികൾ വേറെ ഉണ്ട്. അല്ല കുഞ്ഞ്
ഇജ്ജ് ഇറച്ചി വാങ്ങിയോ? ഞാൻ ഇറച്ചിക്ക് പോകാനുള്ള പരിപാടിയില്ലായിരുന്നു. എന്നിട്ടൊക്കെ എന്നാ അതിന്റെ പൈസ ഞാൻ തരാം. ഞാൻ തരാം. എത്രയാണ്? ഞാൻ ഇറച്ചിന്റെ പൈസ ഞാൻ തരാം. എത്ര? ഇത് 1.5 കിലോ ഉണ്ടോ? ഞാൻ 1.5 ഉണ്ടത്. 1.5 കിലോന് 500 തരണോ? തരും. അത് പൊട്ടണ തരം തന്നെയാണ്. ഞാൻ തരാന്ന് പറഞ്ഞേ ഞാൻ തരും. പൊട്ടണ തരം തന്നെയാണ്, വിശ്വസിക്കാം. പിന്നെ എല്ലാം കാണിച്ചത് എന്താ? അല്ലാന്ന് ഇവൾക്ക് അറിയാലോ. ആയിക്കോട്ടെ, അതിനെന്താ മോശം? എന്താ ഇപ്പൊ ഇതിനൊക്കെ കുഞ്ഞു പറയാണ് ഇച്ചാണ് ഇതിനൊക്കെ മോശം തരാം. ഇവിടെ എന്താ വെച്ചാല് നമ്മളെ പേരയില് 3 പെങ്ങന്മാരും പിന്നെ ഒരു കാര്യം വേറെ കുട്ടികളെ കൊണ്ട് 5 കളിയാണ് ഇവിടെ. പിന്നെ ചെറിയ കുട്ടികളുടെ പേരിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? പിന്നെ ഇതിലെ കൊറേ ഷെഡിയും പൊടിയാലുള്ളത് ഇവിടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗായ്സ കാര്യങ്ങള്. കുഞ്ഞി പോകുക. എന്നിട്ട് കുഞ്ഞേ ഇജ്ജ് പോവുക. ഞാൻ കുഞ്ഞോട് വേറെ കാര്യം ചോദിക്കാണ്ടിട്ടോ ഇവിടെ. പിന്നെ കുഞ്ഞോളെ അന്റെ മൈക്കോളല്ലേ? നിങ്ങളൊന്ന് പണിയൊക്കെ പോയി കണിയെടുത്ത്. പിന്നെ കുഞ്ഞോളെ ഞാൻ ചായ കുടിക്കണോ അടിച്ചു വരണോ? ഞാൻ ഇപ്പൊ ഇറച്ചിക്ക് പോണെന്ന് വിചാരിച്ചാണ്. അപ്പൊ ഇറച്ചിക്കോക്കടെ ഒഴിവായി കിട്ടി. കുഞ്ഞ് ഇറച്ചി കൊണ്ടുവന്നിക്കണ്. ഇനി ഞാന് ചൂലെടുക്കണോ മഫ് എടുക്കണോ അതോ ഇവിടെ ആദ്യം നന്നാക്കണോ? എന്താ ചെയ്യേണ്ടത്? ചായ കുടിക്കണം. ചായ കുടിക്കുന്നതിന് മുമ്പ് ആദ്യം പല്ലേക്കണം എന്ന് മറുപടി. അപ്പൊ ഞങ്ങൾക്ക് മറുപടി തരും. പല്ല് അവനാൻ്റെ തന്നെയല്ലേ എപ്പോഴും തേക്കാതെ എന്നുള്ളത്. എന്നായിക്കോട്ടെ. ഞാൻ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് മുറ്റമടിക്കാനായി ചൂലെടുത്തറണ്ട് മുറ്റൊക്കെ അടിച്ചു വരിട്ട് ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ചായക്കൊക്കെ കടി കണക്ക് തന്നെയാണ്. തിരക്കില്ല ആൾക്കാരല്ലേ ഇവിടെ ഉള്ളൂല്ലേ? കുഞ്ഞാണിതേ, നമ്മളെ കുഞ്ഞിൻ്റെ പേരക്കുട്ടിയാണിതേ. അപ്പോൾ സംഗതി എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ടൊരു ഇളവ് കിട്ടിയിട്ടുണ്ട്. അടിച്ചു വരണ്ട തേച്ചു വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കോലന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ ഓൽക്ക് ഞാൻ എന്തായാലും വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ ഓൽക്കില്ല നമ്മളെ വകല്ല ദുആ ഞാൻ അവിടെ വേറെ മാറ്റി വെച്ചിരിക്കണം. ഇത് പിന്നെ ചായ മറ്റേ കഴിച്ചാലുണ്ടല്ലോ ചപ്പാത്തി. എനിക്ക് ചപ്പാത്തി മുട്ടക്കറി അത് കഴിഞ്ഞാൽ ഉണ്ടാകുമല്ലോ നമുക്കൊരു ചായ കുടി. ആ ചായ കുടിയിലടുപ്പം ആദ്യമൊക്കെ ഉണ്ടല്ലോ ഞാൻ ഈ ഗൾഫിൽ നിന്ന് വന്ന സമയത്തൊക്കെ മധുരം കൊണ്ട് അര കിലോ പഞ്ചാരയുടെ ഇറക്കിയൊക്കെ ഒരു ഗ്ലാസ് ചായക്കൊക്കെ. അപ്പോൾ ഉണ്ടൊക്കെ എനിക്ക് പറ്റിയ അളവിൽ പോലും ഉണ്ടാക്കാൻ പഠിച്ചോലിപ്പോൾ. എന്താ കുഞ്ഞോളെ എൻ്റെ പ്രശ്നം? ത്രെഡ് ചെയ്യണം കുഞ്ഞോക്കേ. ത്രെഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം എന്താണോ, ഇവിടെ ഏതായാലും കാണില്ല, കണ്ണ് മാത്രമേ കാണുള്ളൂ. എന്നാൽ അതന്നെ ഒന്ന് വൃത്തിക്ക് വെച്ചോട്ടെ അല്ലേ? ആണോ കാണി? ഇത് ത്രെഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം തന്നെ പോകണോ അതോ ഡ്രസ്സൊക്കെ മാറിയിട്ട് പോയാൽ പോരെ? അതിങ്ങനെ തന്നെ പോണത്? ഓർക്ക പറഞ്ഞോ ചേഞ്ച് ചെയ്തിട്ട് പോകും. ഇത് നമ്മളെ അൻഷിഫ് മോനിക്കലിൻ്റെ വണ്ടിയാട്ടോ. ഇതിമേലാണ് പോണത് ഞാനോട്. ഇത് ഞങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ഇത് ഇന്നോവയൊക്കെ തന്നെയാണ്. അപ്പോൾ ഗായ്സ് ഞങ്ങളേ കുഞ്ഞോളെ കണ്ണൊന്ന് ശരിയാക്കാൻ വേണ്ടി പോട്ടോ. ഹോസ്പിറ്റലിലേക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിരുകം ഫ്ലക്ക് ചെയ്യാൻ. പിരുകം കൂടി കാണിച്ചറിയില്ല കേട്ടോ ഓള്. കുഞ്ഞോളെ ഇപ്പോൾ കണ്ടില്ലേ ഓളെ പിരുകം ഇത് കാണിച്ചെടുക്ക്. ഞാൻ മാറ്റങ്ങൾ കാണണം കേട്ടോ. ഇത്രയൊക്കെ കാണുന്നുള്ളൂ കേട്ടോ ഗായ്സ്. ഓക്കെ, ഇപ്പം ഞാൻ ശരിക്കും കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ തട്ട ഒന്നുകൂടിയും കഴിച്ചേണ്ടി വരും. ഇവിടെ കണ്ടില്ലേ ഒരു കുട്ടിയുടെ കടകൾ ഗായ്സ്. അപ്പം മുഖമൊക്കെ ഇങ്ങനെ മറച്ചു പോകണം. എന്താന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, പൊടിയൊന്നും പാറിയിട്ട് കളറ് വെറുതെ അല്ലെങ്കിൽ വെയിലടിച്ചാണ്ട് വെറുതെ കളറ് കളയണ്ടല്ലോ വരുത്തിട്ടാണ്. അപ്പോൾ കണ്ടോ ഓളും മോൻ മറിച്ചു ഞാനും മറിച്ചു. തങ്ങക്കൊത്ത ബീവി തന്നെയാണ് ഓള് അല്ല കുഞ്ഞോളെ? തങ്ങക്കൊത്ത എന്ത് കണ്ണൊക്കെ ശരിയാക്കി പോരാണ് കുഞ്ഞോളെ. കണ്ണൊന്ന് കാണിച്ചു കൊടുത്താ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എൻ്റെ കണ്ണ് കാണാം? കുഞ്ഞോളെ ആ കണ്ണൊന്ന് കാണിച്ചു കൊടുത്താ. മാഷാ അല്ലാ, കണ്ടോ എങ്ങനെയുണ്ട് ഗായ്സ്? ഇപ്പോൾ ഉഷാറായില്ലേ ആള്? നിങ്ങളൊന്നും എന്താ ഇവൾക്കൊക്കെ ഇപ്പോൾ കാണില്ല. എൻ്റെ മുഖം കാണിച്ചു കൊടുക്കില്ല കുഞ്ഞോളെ ഒരു ദിവസം? എന്നാ കാണിച്ചു കൊടുക്കുക? ഞാനോട് മുണ്ടാക്കും പോലെ എന്താ വിചാരിക്കുക? ഊമയാണ് ഇതും. ഇതെന്താ കാണിച്ചു കൊടുക്കുക? പറ
എന്ന് ഇൻഷാല്ലാ 6 മാസം കഴിഞ്ഞിട്ടാ ഇങ്ങോട്ട് നോക്കടാ ഇതൊന്നും പറയാക്കും പോലും വിചാരിക്കും ഞാൻ എന്നെ നിർബന്ധിച്ച് ഇറക്കാണെന്ന് എന്ത് കാണിക്കും എന്ന് ഞാൻ അത്ര കാണാൻ പോകുന്നില്ലോലാണെന്നുണ്ടെങ്കിൽ മറ്റന്നാ കാളയാവ് കയറി അല്ലേ കാളയാവ് ഹിമന്റെ പരിപാടിക്ക് അന്ന് കാണാലോ അല്ല ഓളങ്ങനെ പറയണ്ടേ ഞാനൊന്നും മുഖം മറച്ചിട്ടുണ്ടോ വേറെ വിഷയം ഞാൻ പിന്നെ കറക്കാക്കാൻ വേണ്ടിയാണ് കേട്ടോ മുഖം മറച്ചിക്കണത് വെയിലത്ത് പോയതാണ് പള്ളിയെ പോവാണ് ഞാനും സിജും അജും ഓക്കെ വെള്ളിയാഴ്ചയൊക്കെ അല്ലേ പോയി തരാം കേട്ടോ ആ വണ്ടി നമ്മൾ അൻഷിപ്പിൻ്റെ വിരയിൽ നിർത്തി ഇന്ന് മുതൽ നമ്മുടെ അടുത്തൊരു കാറുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ 1-2 ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് പ്രത്യേകിച്ച് ഓട്ടങ്ങളൊന്നും ഉണ്ടായില്ല വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ ഈ ജാതി ചൂടത്ത് എവിടെ പോണേ 1-2 ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ അൻഷിപ്പിൻ്റെ വണ്ടി എടുത്തിട്ടുള്ളൂ അതാണ് നമ്മൾ അൻഷിപ്പ് മോയിക്കലിൻ്റെ വീട് ഒന്നും കൂടി കണ്ടോളി പിന്നെ ഇത് അജു ആണ് അജു ഈ ചെറുതാട്ടോ അജുവും പിന്നെയും ക്യാമറ നോക്കും മറ്റൊന്നും നോക്കൂല വലിയൊന്നും നോക്കൂല ഇങ്ങോട്ട് പോയിക്കാം ഇല്ലേ മലപ്പുറം ജില്ലയിൽ മാർദിക്കാരനും കൊടുക്കാണ്ട് കാര്യമില്ല ഓ നോക്കൂല ക്യാമറമ്മക്ക് ഞങ്ങളെ നാട്ടിൽ ഇവിടെ കാറൊക്കെ പോകട്ടോ ഉണ്ടോ ഓണൊക്കെ അടിച്ചാണ്ടേ പോകുള്ളൂ ഇവിടുത്തെ കാറിന് അങ്ങനെയൊക്കെ പ്രത്യേകത ഉണ്ട് ഞങ്ങളെ നാട്ടിൽ കൂടെ പോകണ വണ്ടിക്ക് അപ്പോൾ ആരാണ് അജു ആരാണ് സിജു എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വ്യക്തമാക്കി പറഞ്ഞു തരാം ഓക്കെ ചെറുക്കാൻ കണ്ടല്ലേ അജു അജു സിജു പിന്നെ ഓന് ക്യാമറ തിരിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് തിരിയുന്ന ഒരു അസുഖമുണ്ട് അതായത് ബ്ലൂടൂത്ത് ആണോ ഓനൊരു തരം അതാണ് ഫോണ് തിരിച്ചാൽ ഓട്ടോമാറ്റിക് തല തിരിയും അങ്ങനെ പ്രശ്നമുണ്ട് ഓന് ഡാൻസിഫ് മോനിക്കലിന് പിരാന്ത എന്ന് ടച്ച് പൊളിച്ച നമ്മളെ ബസ് സ്റ്റാൻഡായിട്ടത് ബസ് സ്റ്റാൻഡല്ല ബസ് സ്റ്റോപ്പ് സോറി സിജുനാണ് ഇപ്പം മൂക്ക് ഒത്താനോടും കഴിച്ചാത്ര കോലത്തിലായല്ലോ ആ ഒരു രീതിയിലായി ഞാൻ ഇപ്പോൾ ഈ ക്യാമറ കൊടുത്തത് അർജൻറ്റായിട്ടൊന്ന് എറണാകുളം പോകേണ്ട ആവശ്യമുണ്ട് ഇങ്ങോട്ട് നോക്കാണി മാറ്റാൻ പോലും ഓള് സമയം തന്നിട്ടില്ല ഉടുത്ത ടൗസറിൻ്റെ മേളിൽ കൂടെ ഒരു മാണെങ്കിൽ പുള്ളിത്തുണി ചുറ്റിക്കൊള്ളി മറങ്ങാണ്ടാണ് ഇപ്പോൾ ഞാൻ ഇറക്കിക്കണം കേട്ടോ കാണി വണ്ടിയിൽ ഫുള്ള് സാധനം ഞാൻ അങ്ങാടി പോയി വന്നപ്പോൾ ഇതിന് ഒരു സാധനങ്ങളൊക്കെ സെറ്റാക്കി ഇങ്ങോട്ട് മറ്റേ ഫാൻ്റെ കുപ്പ ഇവിടെ മാറ്റാൻ സമയം തന്നിട്ടില്ല എത്താപ്പോൾ ഇതിനൊക്കെ കാട്ടുക അപ്പോൾ എന്തിനു പോകണം എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ യാത്രയിലാണ് എറണാകുളത്തേക്കല്ല പക്ഷേ എന്താ പറയാ പുറത്തേക്ക് ക്യാമറ വെച്ചേ എമ്മാതിരി മഴയാണ് ലൈറ്റ് ഓഫ് ആക്കി കണ്ടത് എമ്മാതിരി മഴയാണ് ഗായ്സ് ചിലപ്പോൾ പറയാൻ പറ്റൂല ഞങ്ങൾ ചിലപ്പോൾ 12 മണിയൊക്കെ കഴിയും തോന്നുന്നുണ്ട് എറണാകുളത്ത് എത്തുമ്പോൾ ഞാൻ രാത്രി 12 മണിയൊക്കെ കഴിയും നല്ല മഴ കേട്ടോ വിശന്നിട്ട് നിൽക്കാൻ മതി മക്കളെ ഞങ്ങളിവിടെ പെരുന്നാമണ്ണ ഒരു എത്തപ്പത്തിൻ്റെ പേരൊന്നും നമുക്കറിയില്ല നമ്മൾ മറ്റേ വണ്ടി വയ്ക്കാൻ വേണ്ടി കാര്യമാണ് മന്തി എനിക്ക് വേണം എൻ്റെ കട്ടൻ ചായ വേണം ഇങ്ങോട്ട് പോയി നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഐഫല്ലോ ഐഫാന്ന് പറഞ്ഞാൽ ഞാൻ ഐഫാൻ്റെ ഒരു ബസ് കണ്ടിരുന്നത് അതിൻ്റെ ആ കുളർമയിലാണ് ഞാനത് പറഞ്ഞത് അപ്പം എന്നാലേ നമ്മളിന്നത് കഴിക്കട്ടെ കഴിച്ചിട്ട് നമ്മളിന്ന് നാളെ കാണട്ടെ ഇന്ന് കാണലുണ്ടാവില്ല നാളത്തെ വിശേഷങ്ങൾ നമ്മൾ എന്തിനു പോയി എറണാകുളത്ത് എന്താ ഏതാന്നൊക്കെ നമുക്ക് അറിയിക്കട്ടെ ഓക്കെ എന്നാൽ